ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വടകരയിൽ പ്രചരിച്ച കാഫിർ പോസ്റ്റ് വിവാദം നിയമസഭയിൽ വരെ എത്തി. തിരഞ്ഞെടുപ്പ് സമയത്ത് തുടങ്ങിയ രാഷ്ട്രീയ പ്രശ്നം ഇപ്പോൾ നിയമസഭയിൽ പ്രതിഷേധത്തിൽ വരെ എത്തി നിൽക്കുകയാണ്. വർഗീയ പ്രചാരണങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സർക്കാരും പാർട്ടിയും പ്രതിക്കൂട്ടിലാകുന്ന ഒരു കാര്യവും സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല. മന്ത്രിമാർ പ്രതിരോധത്തിലാകുന്ന വിഷയത്തിൽ ഈ സമീപനം ശരിയല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കാഫിർ പോസ്റ്റിൽ CPM മുൻ MLA KK ലതികയെ മന്ത്രി MB രാജേഷ് ന്യായീകരിക്കുകയാണ് ചെയ്തത്. ലതിക പ്രചരിപ്പിച്ചത് വർഗീയതയ്ക്ക് എതിരായ പോസ്റ്റാണ്. വിവാദത്തിൽ ഫേസ്ബുക്കിൽ നിന്നും വിവരങ്ങൾ തേടിയിരിക്കുകയാണെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി MB രാജേഷ് പറഞ്ഞു. KK ലതിക കുറ്റം ചെയ്തോ ചെയ്തില്ലയോ എന്ന വിധി പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എന്താണ് സാർ ശ്രീമതി KK ലതിക അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്? ഇതാണ് അവരുടെ വാചകങ്ങൾ, ഞാൻ വായിക്കാം. എന്തൊരു വർഗീയതയാണോ ഇത്? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കണ്ടേ? ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത്. ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ? സാർ, അപ്പോ പിന്നെ ഇത് ആരാണ് സൃഷ്ടിച്ചത്? വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റ് സൃഷ്ടിച്ചത് ആരാണ്? അതിന്റെ വിവരങ്ങളാണ് ഫേസ്ബുക്കിൽ നിന്ന് തേടിക്കൊണ്ടിരിക്കുന്നത്. അത് കിട്ടിയാൽ ഇപ്പൊ FIR ഇട്ടിട്ടുണ്ട്. കിട്ടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പല തവണ ഇവിടെ ആവർത്തിച്ചത് പ്രതിപക്ഷം ചെവിക്കൊള്ളുന്നില്ല. ഇത് ആര് പ്രചരിപ്പിച്ചാലും ആര് സൃഷ്ടിച്ചാലും അവർക്കെതിരെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കിട്ടിയാൽ ഉടൻ കടുത്ത നടപടി ബഹുമാനപ്പെട്ട KK ലതിക MLA എന്താണ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന കാര്യം ഞാൻ ഇവിടെ വായിച്ചതാണ്. അവര് വർഗീയ പ്രചരണത്തിനെതിരായിട്ടാണ് കുറിപ്പിട്ടിട്ടുള്ളത്. അത് പിൻവലിച്ചത് സാധാരണഗതിയിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരു പോസ്റ്റിനെ ദുരുപയോഗിച്ച് നാട്ടിൽ പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും പക്വമായ വിവേകപൂർണമായ നടപടി അത് പിൻവലിക്കുക എന്നതാണ്. അങ്ങനെ നമ്മൾ പലരും പിൻവലിച്ചിട്ടില്ലേ? അങ്ങനെ പലരും പിൻവലിച്ചിട്ടുണ്ടല്ലോ. ഞാനിപ്പോ ഓരോന്ന് പറയണോ? പലതരത്തിലുള്ള പോസ്റ്റുകൾ സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ വന്നത് അല്ലെങ്കിൽ ഇത് ഏൽപ്പിച്ചാരെങ്കിലും ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അനുചിതമാണ്, തെറ്റാണ് എന്ന് കണ്ടപ്പോ പിൻവലിച്ചിട്ടില്ല. അതൊരു വിവേകപൂർണമായ നടപടിയാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യം വസ്തുതാ വിരുദ്ധമാണ്. മുൻ MLA ശ്രീമതി KK ലതിക കുറ്റം ചെയ്തോ ചെയ്തില്ലേ എന്ന വിധി പ്രസ്താവം ഇവിടെ നടത്തിയിട്ടില്ല. ഇവിടെ നടത്തിയത് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവർ കുറിച്ച അഭിപ്രായ പ്രകടനം ഇതാണ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇവിടെ അതിനെക്കുറിച്ച് പരാമർശമുണ്ടായി. അപ്പോ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് കുറിച്ചത് എന്ന വിവരം ഇവിടെ കൈവശമുണ്ടല്ലോ. ശരി. രണ്ടാമത്തെ കാര്യം, സാർ, സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ദുഷ്പ്രചരണം നടത്തുന്ന, ഇത്തരം സാമൂഹിക വിരുദ്ധമായ പ്രചരണം നടത്തുന്ന ശക്തികളെയാണ് പലരും ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി നടത്തിയ വിശേഷണത്തെ കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല. പലരും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ദുഷ്പ്രചരണം നടത്തുന്നവരെ സാമൂഹിക വിരുദ്ധരായിട്ടാണ് കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തിരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉപയോഗിച്ചതിൽ മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതായും മന്ത്രി രാജേഷ് പറഞ്ഞു. എന്നാൽ ചോദ്യോത്തരവേള ദുരുപയോഗപ്പെടുത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കാഫിർ ചോദ്യത്തിൽ നിന്ന് വഴിതെറ്റിച്ച് ഭരണപക്ഷം മറ്റു ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. CPMന്റെ മുൻ MLAക്കെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും VD സതീശൻ ചോദിച്ചു. സൈബർ പ്രചാരണത്തിൽ സഭയിൽ രൂക്ഷമായ വാക്പോരാണ് നടന്നത്. ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ചോദ്യോത്തര വേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ്. അങ്ങ് ഇതിനെ കൂട്ടുനിൽക്കരുത്. കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? പക്ഷെ സാർ, ഞാൻ അങ്ങയോട് പറയുന്നു, ഇത് ചോദ്യോത്തര വേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ, ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം 3-4 ഭരണകക്ഷി അംഗങ്ങൾ ഈ ചോദ്യവുമായി
യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. സാർ, ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം ആണ്. കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവമായിട്ട് ഒരു പ്രതിപക്ഷ യുവജന സംഘടനാ നേതാവിന്റെ പേരിൽ ഒരു വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി വ്യാപകമായി പ്രചരിപ്പിച്ചു. ആ നേതാവ് പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ ഫോൺ കൊടുത്ത് പരിശോധിക്കാൻ. പോലീസ് പറഞ്ഞു ഇത് വ്യാജമാണ്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്തതല്ല, നിങ്ങൾ നിരപരാധിയാണ്. കോടതിയിലും വിവരം കൊടുത്തു. സർ, അത് പരസ്യം അത് പ്രചരിപ്പിച്ച മുൻ ഭരണകക്ഷിയുടെ മുൻ MLA, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഒരാൾക്കെതിരായും ഒരു കേസും എടുക്കാതെ ബാക്കി സംസ്ഥാനത്ത് പല സൈബർ കേസുകൾ ഇഷ്ടംപോലെ സൈബർ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളിലെ മറുപടി പറയുന്നത് എന്ത് ശരിയാണ് സാർ? അതിൽ കിടക്കുന്നവിടെ. അപ്പൊ ചോദ്യം അതാണ് എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ MLA-ക്കെതിരായി കേസെടുത്തില്ല? ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു. മുൻ MLA-യുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഉണ്ടായിട്ടു. ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാർ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത് പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തില്ല എന്നാണ് സാർ